ജോർജിയയിൽ ഇനി മുതൽ പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റൂലേ? ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളോട് സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിനൊരു ക്ലാരിറ്റി തരാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മുമ്പ് ജോർജിയയിൽ പാർട്ട് ടൈം ചെയ്യാൻ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല. അതായത് ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ആളുകൾ പോലും ജോർജിയയിൽ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ജോർജിയൻ ഗവൺമെന്റ് ചെയ്തേക്കുന്നത്. അതായത് നമുക്കവിടെ പാർട്ട് ടൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ജോർജിയൻ വിസ എടുത്തിട്ടായിരിക്കും ജോർജിയയിലേക്ക് പോകുന്നുണ്ടാവുക. അവിടെ എത്തിയിട്ട് നമ്മൾ TRC എടുക്കണം. TRC എടുത്തതിന് ശേഷം ഒരു പ്രോപ്പർ ജോബ് കോൺട്രാക്ട് നമുക്ക് വേണം പാർട്ട് ടൈം ചെയ്യാൻ. ജോബ് കോൺട്രാക്ടിനെ കേട്ടിട്ട് നിങ്ങൾ വല്ലാതെ വെറിയേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞുതരാം. അതിന്റെ മുന്നേ എന്തിനാണ് ജോർജിയൻ ഗവൺമെന്റ് ഈ ഒരു റൂൾ കൊണ്ടുവന്നേ എന്നുള്ള പറയാം. ഒന്നാമത്തത് ലോക്കൽ വർക്ക് ഫോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ജോർജിയയിലേക്ക് ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വന്നതിന് ശേഷം അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജോർജിയൻസിന് ജോബുകൾ വളരെ കുറഞ്ഞു പോയി. അപ്പൊ ജോർജിയൻസിന്റെ ജോബിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഈ ഒരു ഡിസിഷനിലേക്ക് വരാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ലേബർ മൈഗ്രേഷൻ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, മുന്നേ ടൂറിസ്റ്റ് വിസയിൽ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്ന ആളുകൾ ജോർജിയയിൽ ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഉദ്ദേശം. മൂന്നാമത്തെ കാര്യം ജോബ് അവൈലബിലിറ്റിയുടെ ട്രാൻസ്പെറൻസിയും ടാക്സിന്റെ ട്രാൻസ്പെറൻസിയൊക്കെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രോപ്പർ ആയിട്ട് ഗവൺമെന്റ് ഒരു ട്രാക്ക് ഉണ്ടാവണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നാലാമത്തെ ഒരു കാരണം യൂറോപ്യൻ സ്റ്റാൻഡേർഡിലേക്ക് ജോർജിയനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ വർഷമാണ് ജോർജിയ യൂറോപ്യൻ യൂണിയന്റെ കാൻഡിഡേറ്റ് മെമ്പർ ആയിട്ട് മാറിയത്. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ പല സ്റ്റാൻഡേർഡ്സും ജോർജിയയിലേക്ക് ഇപ്പം അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പൊ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങൾ, ഇപ്പൊ നമ്മൾ ബൾഗേറിയ പോവാണെങ്കിൽ ശരി, റൊമാനിയ പോവാണെങ്കിൽ ശരി, ഹംഗറി പോവാണെങ്കിൽ ശരി, ഇവിടെയൊക്കെ നമുക്ക് പാർട്ട് ടൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ജോബ് കോൺട്രാക്ട് വേണം. അതായത് നമ്മൾ KFCയിലോ അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സിലൊക്കെ പോവാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു കോൺട്രാക്ട് ഉണ്ടാവും. ആ കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്ത് പ്രോപ്പർ ജോബ് കോൺട്രാക്റ്റിലാണ് നമ്മൾ അവിടെ പാർട്ട് ടൈം ചെയ്യുന്നത്. അതായത് ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും കറന്റ് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ജോർജിയ കൊണ്ടുവന്നുള്ളൂ. ഇനി ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ടൈം റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് വീക്കിലി ഇത്ര ഹവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷേ അത് ജോർജിയ കൊണ്ടുവന്നിട്ടില്ല. ഇതല്ലാതെ ജോർജിയയിൽ വന്നേക്കുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജോബുകളിൽ നിന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ജോർജിയ റെസ്ട്രിക്ട് ചെയ്തു എന്നുള്ളതാണ്. ഡെലിവറി ജോബ്സ്, ടാക്സി സർവീസ്, ടൂറിസ്റ്റ് ഗൈഡ് പോലുള്ള ജോബുകളിൽ ഈ ജോബുകളിലേക്ക് ജോർജിയൻസിനെ മാത്രം അവരെടുക്കുന്നുള്ളൂ. എന്നാൽ ഹോട്ടൽസ്, കഫറ്റീരിയാസ്, ഫുഡ് ചെയിന്, കോൾ സെന്റേഴ്സ്, അതുപോലെ തന്നെ ഗെയിമിംഗ് സെന്റർ, ഇങ്ങനെ വേറെ ഓപ്പർച്യൂണിറ്റീസ് സ്റ്റുഡൻസിന് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോർജിയയിലുണ്ട്. അതായത് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ ആരും ഇനി പാർട്ട് ടൈം ചെയ്യണ്ട എന്നുള്ളതൊന്നുമല്ല ഗവൺമെന്റ് ഉദ്ദേശം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അതിന്റെ കൂടെ ജോർജിയയിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഇപ്പൊ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ സെൽഫ് എംപ്ലോയ്മെന്റ്, ബിസിനസ്, ഫ്രീലാൻസിങ്, അതുപോലെ തന്നെ ഈ ടാക്സി ഡ്രൈവിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. ജർമ്മനി മാത്രമല്ല, ഫ്രാൻസ്, UK, അയർലാൻഡ്, ഇറ്റലി, ഇതുപോലുള്ള രാജ്യങ്ങളിലെല്ലാം ഈ ജോബുകളെല്ലാം റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കോമൺലി ഒരു യൂറോപ്പിന്റെ സ്റ്റാൻഡേർഡ് ആണ്. അതിലേക്ക് ജോർജിയ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ജോർജിയയിലേക്ക് പോകുന്ന കുട്ടികൾ അത്ര വെറിയേണ്ട കാര്യമില്ല. അപ്പോൾ പാർട്ട് ടൈമിന് കയറുന്ന സമയത്ത് പ്രോപ്പർ ഒരു കോൺട്രാക്റ്റിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.